ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ജോഷ്വ. ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്കങ്ങനെ കൃപാസനമൊന്നും അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു വിശ്വാസിയായിരുന്നു, എന്നാൽ എനിക്ക് മാതാവിനോടും വിശ്വാസം ഉണ്ടായിരുന്നു. കൃപാസനത്തിനോട് അങ്ങനെ പ്രത്യേകിച്ചൊരു വിശ്വാസം ഇല്ലായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര ഉടമ്പടി എടുക്കുകയും കൃപാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലോടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അമ്മയും ചേട്ടനും എൻ്റെ വല്യമ്മയും എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ എന്നോട് ഒരുപാട് കാര്യം ഇതും പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതിനോട് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. കൃപാസനത്തിൽ വന്ന് പ്രത്യേകം ഒരു പ്രാർത്ഥന അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ ഒരു ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ 2024 അവിടെ തൊട്ടാണ് എൻ്റെ മാതാവ് അനുഗ്രഹിച്ച് തുടങ്ങിയത്. 2024 B2 എക്സാം എനിക്ക് ഒരു ടൈലും കൂടെ കിട്ടാനുണ്ടായിരുന്നു. B2 സ്പീക്കിംഗ് കൂടെ കിട്ടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരുവനന്തപുരത്താണ് എക്സാം എഴുതാൻ പോയത്. ഞാൻ എക്സാമിനായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. 45 അധികം ടോപ്പിക്കും പഠിച്ച് എന്ത് വന്നാലും പാസ്സാകും എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് എക്സാം എഴുതാൻ പോയപ്പം ഞാൻ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ടോപ്പിക്ക് കാണുന്നത് തന്നെ. ഞാൻ ആകപ്പാടെ പേടിച്ച് അത്രയും നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ കോൺഫിഡൻറ്റും ഒറ്റ മിനിറ്റിൽ എൻ്റെ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഞാൻ എൻ്റെ പോക്കറ്റ് കൈയിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ പോക്കറ്റിലൊരു കൃപാസനത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉപ്പ് കൈ പിടിച്ച് ഇരുന്ന് എൻ്റെ മനസ്സിൽ അപ്പം തോന്നിയ ഓരോ പോയിൻ്റ് ഞാൻ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് എക്സാമിനേഴ്സൊക്കെ അത്യാവശ്യം ഭയങ്കര ടഫാണ്, അവർ നമ്മളോട് അങ്ങനെ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്ന, അവർ നമ്മളങ്ങനെ ജയിപ്പിച്ച് വിടാൻ ചാൻസ് കുറവാണ്, എല്ലാ പേടിയും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് പിന്നെ അവിടെ കണ്ടത് അവർ വന്ന് എൻ്റെ പേര് വിളിച്ച് എന്നെ കൈ പിടിച്ച് എന്നെ അവിടെ കൊണ്ടുപോയി എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നതുണ്ട്. ഞാൻ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ ഞാൻ എൻ്റെ മനസ്സിൽ വന്നതെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം എഴുതി പുറത്തിറങ്ങി കഴിഞ്ഞോടെ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എക്സാം ഞാൻ എന്തായാലും പാസ്സാവുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ ആ ഒരു 2-3 ദിവസം എനിക്ക് കൃപാസനം അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തു. നിനക്ക് അപ്പം പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അപ്പം പിന്നെ ആ വർഷം തന്നെ സെപ്റ്റംബർ ഇൻടേക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഒരു ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അവർ ത്രൂ എല്ലാം എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്തു. അവർ ത്രൂ ഞാൻ പോകാൻ വേണ്ടി നോക്കി. പക്ഷേ ആ 2 മാസം ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞു, എന്നാൽ മാർച്ച് ഇൻടേക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വഴി ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, എന്തായാലും നീ പോകുക, നീ ഉടമ്പടി എടുക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ജനുവരി 2 തീയതി 2025 ഈ വർഷം ജനുവരി 2 തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ ആ ജനുവരി മാസം എല്ലാം ഞാൻ അടിപൊളിയായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് സഹായങ്ങളും ചെയ്ത് പോകുമായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഇൻ്റർവ്യൂ വന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു തോന്നലാണ്, ഇവർ വഴി പോകണ്ട എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതുവരെ ഞാൻ കണ്ടുപിടിച്ച ഒരു ഏജൻസി, ഞാൻ തന്നെ പോയൊരു ഏജൻസി, എല്ലാം ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ എനിക്ക് അവർ വഴി പോകണ്ടെന്നൊരു തോന്നല പെട്ടെന്നൊരു മൊമെൻറ്റിൽ എൻ്റെ മൈൻഡിൽ വന്നു. ഞാൻ അവർ വഴി പോകണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ എൻ്റെ വീട്ടിലും പറഞ്ഞു. വീട്ടുകാരൊക്കെ ആദ്യം എതിർപ്പായിരുന്നു, എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നൽ വന്നു. എൻ്റെ മൈൻഡിൽ എന്താ തോന്നുന്നത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് ആ ഏജൻസി വഴി കയറിപ്പോയ 2 പിള്ളേരെ ജർമ്മനിയിൽ നിന്ന് ഡീപ്പോർട്ടാക്കി വിട്ടെന്ന് അറിഞ്ഞത്. കയറിപ്പോകാഞ്ഞതിൽ 1000 നന്ദി ഞാൻ അമ്മമാതാവിനോട് പറയുകയാണ്. അത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഉള്ളത് സെപ്റ്റംബർ ഇൻടേക്ക് ഓപ്ഷനാണ്. സെപ്റ്റംബർ ഇൻടേക്ക് ഓപ്ഷനാണ്. അപ്പം എനിക്ക് എന്താ പറയുക, കുറേയൊക്കെ ആയി കഴിയുമ്പോൾ എൻ്റെ ഈ ഉടമ്പടിയോടുള്ള ഇതെല്ലാം പോയി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ സെപ്റ്റംബർ ഇൻടേക്ക് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു മാമിന് പരിചയമുള്ള ഒരാൾ വഴി പോകാൻ തീരുമാനിച്ചു. അവരും എല്ലാം നടത്തി അവസാനമായപ്പോൾ അവർ പറഞ്ഞു പോകാൻ പറ്റുന്നില്ല, വിസ കിട്ടുന്നതിൽ ഡിലേ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാം തീർന്നു. എൻ്റെ വിശ്വാസമല്ല, എൻ്റെ പ്രതീക്ഷ എല്ലാം തീർന്നു. അതുവരെ ഞാൻ അമ്മയോട് കൃപാസനത്തിൽ പോകാം, അല്ലാതെ ഇങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ വല്ലപ്പോഴും അമ്മ നിർബന്ധിച്ചാൽ മാത്രം കൃപാസനത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ എന്നെയും വിളിച്ചുകൊണ്ട് വന്നു. ഞാനും അമ്മയും കൂടെ ഇവിടെ 1-2 മണിക്കൂർ ഇവിടെ നിന്ന് കരഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, ഞങ്ങൾ വേറൊരു ഏജൻസി കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു ഏജൻസി കൊടുത്തു. അപ്പം അവർ വലിയ പ്രതീക്ഷയൊന്നും തരുന്നില്ല. അവർ ഇപ്പം ഡിലേ ആയി, ഇനി പോകാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എക്സാം പാസ്സായിട്ട് 1 വർഷത്തോളം ആകാറായി. അപ്പം അവർക്കും വലിയ ആ ചൂടൊക്കെ പോയി, കൊണ്ടുപോകാമെന്നുള്ളതൊക്കെ മാറി. അത് കഴിഞ്ഞപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലസ് മേടിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ പോകാം. ഞാനും അമ്മയും കൂടെ രാവിലെ ഇവിടെ ഒരു 9 മണി 8 മണി ആ ടൈമിൽ ഇവിടെ വന്നു. ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു. ഞാൻ ഓഫീസിനകം വരെ കയറി. അപ്പോൾ അവർ പറഞ്ഞു, കാണാൻ പറ്റത്തില്ല, എന്തോ പ്രോസസ്സിങ്ങിൻ്റെ എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഏജൻസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, നിൻ്റെ കാര്യം ഡിലേ ആയിട്ട് കിടക്കുക, അങ്ങനെയൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെയും ഞാൻ ഡൗൺ ആവുമായിരുന്നു.
അത് കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമ്മൾ ഇവിടം വരെ വന്നില്ലേ, അപ്പോൾ ഇവിടെ ഒരു ബ്ലെസ്സിങ് റൂമില്ലേ, അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞു എന്നാൽ അച്ഛൻ്റെ ബ്ലെസ് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പോയി ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം, ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് കരയുമായിരുന്നു, ഞാൻ അച്ഛനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഈ വർഷം തന്നെ ജർമ്മനിക്ക് പോകുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് പോയി, ഞാനും അമ്മയും കൂടെ, ഇവിടെ ഞങ്ങൾക്കൊരു 15 മിനിറ്റ് മതി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ. സ്കൂട്ടറിന് വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ വീട്ടിലോട്ട് എത്തുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് എൻ്റെ ഫോണിലൊരു മെസ്സേജ് ആദ്യം വന്ന മെസ്സേജ് എടുത്ത് നോക്കുമ്പം ഞാൻ പണ്ടെപ്പോഴോ ഒരു അച്ഛനെ വിളിച്ച് ജർമ്മനിയിലോട്ട് പോകുന്ന കാര്യത്തിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, അച്ഛനിപ്പോൾ ടൈമില്ല, ഡിലേ ആണ്, എല്ലാം അവിടെ ഇപ്പോൾ ആൾക്കാരെല്ലാം കൂടുതലാണ്, അങ്ങനെ കൊണ്ടുപോകുന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ മെസ്സേജാണ്, അച്ഛൻ കൊണ്ടുപോകാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛൻ പറഞ്ഞു അച്ഛൻ കൊണ്ടുപോയിക്കോളാം, ഇനി ഒന്നുകൊണ്ടും പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ്റെ മെസ്സേജ് വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി വന്ന് പുതുക്കി അച്ഛൻ വഴി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ അപ്പം എൻ്റെ വിസയ്ക്ക് ഞാൻ വിസയ്ക്ക് ഇത് കൊടുത്തു, എല്ലാം അച്ഛൻ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു. മാതാവിൻ്റെ അടുത്ത് അത് ആ ഒരു ടൈമിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു, എല്ലാ ആഴ്ചയിലും ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. ഞാൻ വിസ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തു, ഒരു 1.5 മാസം കഴിഞ്ഞ് എൻ്റെ വിസ കിട്ടിയത്. ആ സമയത്തൊക്കെ എനിക്ക് ടെൻഷനാണ്, എന്താണെന്ന് വെച്ചാൽ ഞാൻ 1 വർഷമായി ജർമ്മൻ പാസ്സായിട്ട്. പൊതുവേ എല്ലാവരുടെയും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുമോ, വിസ ഇങ്ങനെ 1 വർഷം പാസ്സായതുകൊണ്ട് എല്ലാവർക്കും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുമോ 1 ഇയർ കഴിഞ്ഞവർക്കൊക്കെ. അപ്പോൾ ഞാൻ പേടിച്ച് പിടിച്ചു. ഞാൻ വീട്ടിൽ ഈ കാര്യം പറയുന്നില്ല, ഈ 1 വർഷത്തിൻ്റെ ഗ്യാപ്പിൻ്റെ കാര്യം പറയുന്നില്ല. ഞാനപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക, വിസ റിജക്റ്റ് ആകും എന്നുള്ള എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ വെച്ചു. റിജക്ഷനായി ഇനി വരാൻ പോകുന്ന, ഇത്രയും സമയം എടുത്തു, റിജക്ഷൻ വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്ന് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോഴും എനിക്ക് റിജക്ഷനാന്നുള്ളൊരിതിലാണ് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ അപ്രൂവ് ആയി. ഞാൻ എന്നിട്ട് അമ്മയോടത് പറഞ്ഞു. ഞാനും അമ്മയും കൂടെ നേരെ കൃപാസനത്തിലോട്ടാണ് വന്നത് വിസയും കൊണ്ട്. എന്നിട്ട് ഞാൻ ഈ കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ ജർമ്മനിക്ക് പോകുവാണെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പോകുവാന്ന് പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. എനിക്ക് എല്ലാവരുടെയും മുമ്പ് ഞാനൊരു തോറ്റവനെ പോലായിരുന്നു. എന്താ പറയുക, എനിക്ക് എപ്പോഴും വിഷമമായിരുന്നു. ആൾക്കാർ നോക്കി ഒന്ന് ചിരിക്കാൻ വരെ എനിക്ക് മടിയായിരുന്നു. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞില്ല. എൻ്റെ വീട്ടിലുള്ള എൻ്റെ 6 പേർക്കും, എൻ്റെ ചേട്ടന്മാർക്കും, എൻ്റെ അച്ഛനമ്മ, എൻ്റെ വലിയമ്മ, ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ജർമ്മനിക്ക് പോകാൻ റെഡി ആവുക, പ്രിപ്പയർ ആവുക എന്നൊന്നും എൻ്റെ വീട്ടുകാർക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ ഈ മാസം 28-ാം തീയതി ജർമ്മനിക്ക് പോവുക. ഇവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞിട്ട് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. ഈ സാക്ഷ്യം കഴിഞ്ഞ് ഞാൻ ഇനി എല്ലാവരോടും പറയാനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുക. എല്ലാവരോടും പറയണം, വിളിച്ചു പറയണം. ഞാൻ ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ മുമ്പിൽ. ഞാൻ ജർമ്മൻ പഠിച്ച് ഒരു 3 വർഷത്തോളം ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു. ജർമ്മനായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. ആ നിയോഗം എനിക്ക് നടത്തി കിട്ടി. രണ്ടാമത് ഞാൻ എഴുതിയത് എനിക്കൊരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നായിരുന്നു. ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതി വെച്ച് സ്റ്റാർട്ടപ്പായിരുന്നു. അത് എനിക്ക് ജനുവരി ഉടമ്പടി എടുത്തു. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. എനിക്ക് സെൽഫായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങി ഞാൻ. അതോടെ അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗം. ഞാൻ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ ആരോടും പറയത്തില്ല, വീട്ടുകാരോടും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പൈസ കൊണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ ഈ പ്രായമുള്ളവർക്കൊന്നും വിശ്വാസമില്ല. പൊതുവേ എനിക്കും വിശ്വാസമില്ലായിരുന്നു കൃപാസനത്തിലൂടെ. എന്താ പറയുക, ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരും എൻ്റെ കൂടെ കൃപാസനത്തിൽ വരുന്നുണ്ട് ചില ടൈമിലൊക്കെ. അവർക്കും വിശ്വാസമായി. ഓരോരുത്തരോടും ഞാനിങ്ങനെ പറയും, ഞാൻ കാണുന്നവരോടൊക്കെ പറയും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടേ നിങ്ങളൊന്ന് കൃപാസനത്തിൽ ചെല്ല്, ഉടമ്പടി എടുക്ക്, നിങ്ങൾക്ക് അതിനുള്ള മാറ്റം കാണും. ഇനി ഞാൻ ഇതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഇതിലും വലിയ വിശ്വാസമൊന്നും ഇല്ല. എല്ലാവരും റിജക്റ്റ് ചെയ്ത ഒരാളായിരുന്നു ഞാനിപ്പോൾ പോവാ, ജർമ്മനിക്ക് പോവാ 28-ാം തീയതി രാവിലെ. ഞാൻ ജർമ്മനിക്ക് പോവാ 28-ാം തീയതി രാവിലെ. എനിക്ക് ഈ പത്രമൊക്കെ കൊടുക്കാനൊക്കെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രം മേടിക്കും, അമ്മയുടെ കൊടുക്കും, അമ്മ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും. അമ്മ എല്ലാവർക്കും കൊണ്ട് കൊടുക്കും, എവിടെയെങ്കിലും അല്ല. അമ്മ ഭയങ്കര ഉടമ്പടി വിശ്വാസിയാണ്. അമ്മ ഇവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അമ്മ ഇതെല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ഈ രണ്ടാമത് അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, എടാ ഇത് നീ തന്നെ ചെയ്, നീ ഇത്രയും നാൾ ഇങ്ങനെ നടന്നു, ഇനി നീ തന്നെ ചെയ്. അങ്ങനെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി, ആൾക്കാരെ സഹായിക്കാൻ തുടങ്ങി. പള്ളി ഞാൻ പോകുമായിരുന്നു. ഞാൻ ദൈവവിശ്വാസിയാണ്. എനിക്ക് കൃപാസനത്തിനോട് താല്പര്യം ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകും. ഞങ്ങളുടെ ഇടവകയിലെ യുവദീപ്തി വൈസ് പ്രസിഡൻ്റൊക്കെയാണ്. ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. 1 മാസം കൂടുമ്പോൾ, 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല. ഒരു മാസം കൂടുമ്പോൾ ഞാൻ 1 മാസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നതാണ്. അമ്മമാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നത്. ഇത്രയും നാളും എൻ്റെ മുഖത്ത് ഈ ചിരിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നത്. അതാണ് ഞാൻ ഈ ചിരിച്ചോട്ടൊക്കെ നിൽക്കുന്നത്. ഇത്രയും നാൾ ഞാൻ വിഷമിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നു തുടങ്ങിയത്. അമ്മ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വചനമാണ്.
ചോദിക്കുന്ന ഏവർക്കും കിട്ടും, അന്വേഷിക്കുന്നവർ കണ്ടെത്തും, മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കും. മനുഷ്യ മക്കളുടെ പ്രാർത്ഥന കേൾക്കുവാനായി കാതോർത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവമാണ് നമ്മുടേത്. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും തക്ക സമയത്ത് അത് സാധിച്ചു തരികയും ചെയ്യുമെന്ന് നമുക്കറിയാം. നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ പിതാവ് അറിയുന്നു. മകൻ ജോഷ്വ ജോസഫിൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. യുവതലമുറയിൽ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യം. ഈ മകൻ പറഞ്ഞതുപോലെ ആദ്യമൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. കൃപാസനത്തെപ്പറ്റി കേട്ടു. പല കൊച്ചുമക്കളും കൃപാസനത്തിലേക്ക് കയറി വരുന്നത്, അമ്മയുടെ സന്നിധിയിൽ വരുന്നത് അമ്മ ഫോഴ്സ് ചെയ്തോ പറഞ്ഞോ വലിച്ചോ ഒക്കെ ആയിരിക്കാം കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് പരിശുദ്ധ അമ്മ കരം പിടിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതം തന്നെ അങ്ങ് മാറ്റിമറിയുകയാണ്. ഈ മകൻ ആദ്യമായി വന്നപ്പോൾ അധികം വിശ്വാസമൊന്നുമില്ലായിരുന്നു. അമ്മയുടെ വിശ്വാസത്തിലും അമ്മ പറഞ്ഞതും പ്രകാരമാണ് വന്നത്. പിന്നീട് ഓരോ പ്രാവശ്യം ഓരോ കാര്യത്തിനായി പോകുമ്പോഴും പരിശുദ്ധ അമ്മ ഈ മകൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുകയായിരുന്നു. പല കാര്യങ്ങൾക്കായി പോയപ്പോഴും ആദ്യമായി വെച്ച നിയോഗത്തിൽ സ്വന്തമായി ഒരു ജോലി സ്റ്റാർട്ടപ്പ് അത് പരിശുദ്ധമ്മ കൊടുത്തു. കുറച്ച് ഭൗതികമായിട്ടായിരുന്നു ആഗ്രഹം സാധിച്ചു. പിന്നീട് ഇതിൽ നിന്ന് കിട്ടിയ ഇൻകം ഉപയോഗിച്ച് ഈ മകൻ പല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നീട് വന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ കേട്ടു ഈ മകൻ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അടുത്തറിഞ്ഞ സമയങ്ങൾ. പല പ്രാവശ്യം ഫെയിലിയർ ആയിരുന്നു. മുന്നോട്ട് പോവും, പിന്നെ പിന്നോട്ട് വലിയും, പിന്നെയും മുന്നോട്ട് പോവും, പിന്നെയും പിന്നോട്ട് വലിയും. പക്ഷേ ഈശോയും അമ്മയും ഈ മകൻ്റെ കൂടെ നിന്ന് മുന്നോട്ട് തന്നെ നയിക്കുന്നതായിട്ടാണ് ഉടമ്പടി ജീവിതത്തിൽ ഈ മകൻ്റെ കാര്യം ഷെയർ ചെയ്തത്. പിന്നീട് പറഞ്ഞത് ഇൻ്റർവ്യൂവും പല കാര്യങ്ങളും പോയി. പലയിടത്തും ഈ മകൻ്റെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യവും അമ്മയുടെ സാന്നിധ്യവും പല വഴിയിലും പല രീതികളിലാണ് വന്നത്. അവസാനമായിട്ട് ഇൻ്റർവ്യൂവിന് പോയി വേറൊരു അച്ഛൻ്റെ രീതിയിലാണ് ഈ മകനൊരു ജോലി തയ്യാറായത്. നമ്മൾ കാതോർത്തിരുന്നാൽ മതി. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും മാതാവിനും വിട്ടുകൊടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഒരു വഴി കാണിച്ചു തരും. പുത്തൻ വഴികൾ നമ്മൾക്കായി അമ്മ ഒരുക്കി തന്ന വഴികളിലാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒരു ആശ്വാസത്തിനായിട്ടാണ് നമ്മൾ പലപ്പോഴും കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഉൾക്കൊണ്ട് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നടക്കുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ആത്മശുദ്ധീകരണത്തിനായും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ സത്യസന്ധതയോടെ നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും ഒരു നല്ല ജോലി നൽകി മോനെ ജർമ്മനിക്ക് പോവുകയാണ്. ജോഷ്വ ജോസഫിന് കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ഇപ്പോൾ കൃപാസനം ഉടമ്പടി ജീവിതത്തിലാണ്. ഈ കുടുംബം മുന്നോട്ടും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മകന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും ഈ മകൻ്റെ നിയോഗങ്ങളെല്ലാം കാര്യം സാധിച്ചു കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.